അതായത് ഹമാസിനെ അനുകൂലിക്കുന്ന ചില ആൾക്കാർ പറയുന്ന സംഭവം നേരെ തിരിച്ച. അവരെന്താ പറയുന്നത്? ആരെ കൊന്നെന്നാ പറയുന്നത്? അത് കഴിഞ്ഞിട്ട് വെടിവെച്ച് കൊന്നെന്നാ പറയുന്നത്? അത് ഇന്റർനാഷണലി ഗ്ലോബൽ മീഡിയ ഒക്കെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ടെലഗ്രാം, വാഷിങ്ടൺ പോസ്റ്റ്, അവരെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ട് അവരെന്താ പറയുന്നത്? അവർ പറയുന്നത് ആദ്യം പറഞ്ഞത് ഹമാസ് വയലേറ്റ് ചെയ്യുന്നു, സംഭവങ്ങൾ പിച്ചുമാറുന്നു. പിന്നീട് ചില ബ്ലോഗേഴ്സ് പറഞ്ഞ കാര്യമുണ്ട്, അതാണ് തമാശ അടുത്ത പോയിന്റിലോട്ട്. എനിക്ക് അതിൻ്റെ സത്യാവസ്ഥ അറിയത്തില്ല. അതായത് ഹമാസ് കൊണ്ടുവന്ന ഡീല്, അമേരിക്കയായിട്ട് കൊണ്ട് ഡീലിനെ എതിർക്കുന്ന പല ഗ്രൂപ്പുകളുണ്ട്. അതിലൊരു ഗ്രൂപ്പിന് വീണ്ടും ഈ ഗാസയിൽ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുന്നു. അവരെയാണ് വെടിവെച്ച് കൊന്നത്. ഇത് ഏത് വിശ്വസിക്കുന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തോക്കെടുത്ത ഒരാൾ ഇതേപോലെ റാഡിക്കൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ഈ ഹമാസ് ആണെങ്കിലും മറ്റുള്ള ഓർഗനൈസേഷൻ ആണെങ്കിലും ഒന്നില്ലേ അവ പൂർണ്ണമായിട്ടും തീരണം. അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് വിവിധ രീതിയിലുള്ള ഗ്രൂപ്പുകളുണ്ട്. ഞാൻ പറഞ്ഞുതരാം ഓരോ കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ഈ അറബ് ഇസ്ലാമിക രാജ്യങ്ങളിൽ ഏറ്റവും വലിയ പ്രശ്നം എന്തുവാ? വാർലോഡ്സ് ആണ് ഏറ്റവും വലിയ പ്രശ്നം. ഇവർ പറയുന്ന ഗ്യാങ് എന്ന്. ഈ പറയുന്ന അഫ്ഗാനിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രശ്നം വാർലോഡ്സാണ്. അതായത് 10, 50, 100 പേരെ വെച്ച് അവർക്ക് വെപ്പൺസ് കൊടുത്തിട്ട് അതിനകത്തൊരു രാജാവ് ഉണ്ടാവുക. ഇറ്റ്സ് കോൾഡ് വാർലോഡ്സ്. അവരാണ് രീതിയിലാണ് ഭരിക്കുന്നത്. ഇത് പറയുന്നത് ഇത് ഇസ്ലാമിക രീതിയിലുള്ള ഭരണമാണെന്ന്.